ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ നരച്ച മുടി കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനവും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതികളും അതുപോലെ നമ്മുടെ ജീവിത രീതികളും എല്ലാം നമ്മുടെ പെട്ടെന്ന് തന്നെ നര വരാനായിട്ട് കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് വരെ നര കണ്ടു തുടങ്ങാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നര കണ്ടു വരുമ്പോൾ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ നമുക്കത് റിസൾട്ട് തരുമെങ്കിലും കുറച്ച് നാൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് മുടിയും പെട്ടെന്ന് തന്നെ നരച്ച് പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ നാച്ചുറലായിട്ടുള്ള രീതികൾ നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഉണ്ടാവാറില്ല. തലവേദന, അലർജി പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളത് ഒന്നും തന്നെ ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ മുടി ഇല്ലാത്തവർക്ക് മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും പുതിയ മുടികൾ വളർന്നു വരുന്നത് നല്ല കറുപ്പോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ, അങ്ങനെ ഒട്ടും മുടിയില്ലാത്തവർക്ക് മുടി വളർച്ച പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹോം റെമഡിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേരയിലയാണ് എടുത്തിരിക്കുന്നത്. പേരയില ഇതുപോലെ തളിരിലകൾ നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് പേരയിലയിൽ. അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ അസുഖങ്ങൾക്ക് വരെ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പേരയില എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരയിലയുടെ ഔഷധ ഗുണങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ നല്ലൊരു വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂട്ടോ. അതേപോലെ തന്നെ ഇതേപോലെ മുടിക്ക് വേണ്ടിയിട്ട് ഡൈ, അതുപോലെ തന്നെ മുടി പെട്ടെന്ന് വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള പാക്കൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പേരയില നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അധികം മൂത്തതാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. തളിരിലകൾ നോക്കിയിട്ട് നമുക്ക് ഇതേപോലെ എടുക്കാം. അപ്പോൾ ഒരു പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്കയിലയാണ്. അപ്പോൾ പനിക്കൂർക്കയില എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാൻ, മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ, അതുപോലെ താരന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് നമുക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, തലവേദനയോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നീരിറക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ തടയാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഞാൻ ഇത് പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളമൊന്നും അല്ല, നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ്, തണുത്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല കറുപ്പോട് കൂടി തന്നെ ഇരിക്കാനും നല്ല തിളക്കത്തോട് കൂടി ഇരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ജ്യൂസ് മുഴുവനായിട്ട് തന്നെ ഇതേപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ഉലുവയാണ്. അപ്പോൾ ഒരു ടീസ്പൂൺ ഉലുവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതും മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, താരം പോവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ റോ ഫ്ലാക്സ് സീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഈ രീതിയിലുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഫ്ലാക്സ് സീഡിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏതൊക്കെ അസുഖങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ട് എന്നൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ല പാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് 2 സ്പൂൺ വീതം എടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പുവാണ്. അപ്പോൾ ഗ്രാമ്പു ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് മുടി നന്നായിട്ട് കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. തലവേദന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യും. മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 3-4 എണ്ണെങ്കിലും നമ്മളിതിലേക്ക് എടുക്കണം. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചധികം കഞ്ഞിവെള്ളം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കണം. ഇപ്പോൾ എനിക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു അളവിലാണ് കാണിക്കുന്നത് കേട്ടോ. ഇതിന് കഞ്ഞിവെള്ളത്തിന് എന്ന് പറയുമ്പോൾ ഇത് നമ്മളിത് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചൊക്കെ എടുക്കുന്നതാണ്. അതുകൊണ്ട് ഇത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഫ്ലാക്സ് സീഡും അതുപോലെ തന്നെ ഉലുവയും ഗ്രാമ്പും ഒക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ട് അതിലുള്ള എസൻസൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്.
അങ്ങനെ ചെയ്യുമ്പോൾ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാണ് വേണ്ടത്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ആ ഉലുവയിലും ഫ്ലാക്സ് സീഡിലും ഒക്കെ ഉള്ള ആ ഒരു ജെൽ അതിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് നല്ലൊരു കൊഴുത്ത രീതിയിലാണ് നമുക്കത് കിട്ടുക കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. അതേപോലെ അതിന് ശേഷം നന്നായിട്ട് വെന്തൊക്കെ കിട്ടിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ അതാ ഒരുവിധം നല്ലപോലെ തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കാം. ഒരു രാത്രി മുഴുവൻ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി രാവിലെ നമുക്കിതിലേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതാ രാവിലെ എടുത്ത് നോക്കുമ്പോൾ നല്ലപോലെ കട്ടയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവെറയാണ്. അലോവെറയൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, മുടിക്ക് നല്ല തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല കറുപ്പ് കളറ് എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അകാല നിറ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കാം. അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ജെല്ല് മാത്രമായിട്ട് ഇതേപോലെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ എല്ലാം കൂടി ഒന്ന് അരിഞ്ഞിട്ടാലും മതിയാവും കേട്ടോ. ചിലർക്ക് എന്തെങ്കിലും അലർജി പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ മുള്ളും അതിൻ്റെ കറയൊക്കെ പെട്ടാൽ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കുക. ഇനി ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി കഞ്ഞിവെള്ളമൊക്കെ ചേർത്തിട്ട് കുറച്ചുകൂടി ലൂസാക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിൽ മുടി നന്നായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടും, മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ടും, മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. മുടി വളർച്ച പെട്ടെന്ന് തന്നെ നല്ല ഫാസ്റ്റിലാക്കി എടുക്കാനായിട്ട് ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് കുറച്ചളവിലൊക്കെ വേണ്ടു എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ടീസ്പൂൺ അളവിൽ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് തിക്കായിട്ടുള്ള രീതിയിലുള്ളൊരു ഓയിലാണിത്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കാവുന്നതാണ്, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പക്ഷേ നമ്മളത് കാസ്റ്റർ ഓയിൽ നമ്മളത് ഉപയോഗിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ അതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഇനി നമ്മളിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഓയിലൊന്നും തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ തട്ടുന്നത് പോലെ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ മുടിയുടെ അറ്റം വരെ തന്നെ നമ്മളിത് അപ്ലൈ ചെയ്യണം. അതിന് ശേഷം ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട് നമ്മളിത് നോർമൽ വാട്ടറിലാണ് കഴുകി കളയേണ്ടത്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ചെറിയ നരകളൊക്കെ വന്നു തുടങ്ങുന്നവർക്ക്, പുതിയ മുടികൾ ഉണ്ടാവുന്നത് നന്നായിട്ട് കറുപ്പ് കളറിൽ വളർന്നു വരാൻ വേണ്ടിയിട്ടും, ചെറിയ നരകളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് കംപ്ലീറ്റ് നരച്ചിട്ടുള്ള മുടി കറുത്ത് കിട്ടാനുള്ള ഒരു ഡൈ അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗമാണ് നമ്മുടെ നര മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.